അങ്ങനെ നമ്മുടെ മീശപ്പുലിമല പാക്കേജിൻ്റെ രണ്ടാമത്തെ ദിവസമായി. നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് ഒരു 4 മണിയൊക്കെ ആയാൽ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി സെറ്റായി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. ഒരു 5:30 ആയപ്പോഴത്തേക്കും തന്നെ ഓരോ ജീപ്പുകളായി പോയി തുടങ്ങി. റോഡോ മാൻഷൻ വരെ നമുക്ക് ജീപ്പിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കും. ബേസ് ക്യാമ്പിൽ നിന്നും റോഡോ മാൻഷൻ വരെ 4-5 കിലോമീറ്റർ ദൂരമുണ്ട്. അത് അത്യാവശ്യം നല്ല ഓഫ് റോഡും ആയിരുന്നു. ഇതാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റേ ആയ റോഡോ മാൻഷൻ. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ നമ്മൾ ട്രെക്ക് ചെയ്ത് കയറി കഴിയുമ്പോഴാണ് നമ്മൾ സൺറൈസ് പോയിന്റിൽ എത്തുന്നത്. അത്യാവശ്യം കുത്തനെയുള്ള ഒരു കയറ്റമാണ്. നല്ല കാറ്റും അതുപോലെ തന്നെ തണുപ്പും ഉണ്ടായിരുന്നു. സൺറൈസ് പോയിന്റിലേക്കുള്ള ഈ ഒരു മലയും പിന്നെ അവസാനം നമ്മൾ കയറാൻ പോകുന്ന മീശപ്പുലിമലയും, ഈ 2 മലകളാണ് കുറച്ച് കുത്തനെയുള്ള കയറ്റം വരുന്നത്. ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ നടന്ന് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഒരു ആവേശത്തിന് ഓടി കയറാതെ പയ്യെ പയ്യെ നടന്ന് കയറുവാണെങ്കിൽ നമ്മൾ അത്രയ്ക്കും മടുക്കത്തില്ല. പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ മടുത്തായിരുന്നു. പിന്നെ തണുപ്പും ഭയങ്കര തണുപ്പുമായിരുന്നു ആ സമയത്ത്, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത്. കയറി കയറി ചെല്ലുമ്പോഴത്തേക്കും ആകാശത്തിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനും പയ്യെ ഉദിച്ചുദിച്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം ടോപ്പിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. ക്ലൗഡ് ബെഡും അതുപോലെ തന്നെ സൂര്യൻ്റെ കിരണങ്ങളും ആകാശത്തിൻ്റെ കളറും എല്ലാം കൂടെ മൊത്തത്തിൽ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ കുറേ സമയം ചെലവിട്ട ശേഷമാണ് ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങി ഓരോ മലകളായി കവർ ചെയ്ത് അവസാനം മീശപ്പുലിമല എത്തുന്നത്. ഇവിടെ ഒരു മണിക്കൂറോളം നമുക്ക് ചിലവഴിക്കാൻ സമയം കിട്ടും. നമുക്ക് ആവശ്യത്തിന് ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം കണ്ടു കേട്ട് പയ്യെ ഇറങ്ങിയാൽ മതി. എല്ലാത്തിനും നമ്മുടെ കൂടെ നമ്മുടെ ഗൈഡ്സ് ഉണ്ടാവും കൂടെ. അതുകൊണ്ട് ആരും ഇവിടെ ബാക്കിയാവത്തില്ല. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗൈഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും ഫ്രണ്ടിലും ഗൈഡ്സ് ഉണ്ടാവും നമ്മുടെ കൂടെ. തണുപ്പ് ഒട്ടും കുറഞ്ഞിട്ടില്ല ഈ സമയമായപ്പോൾ പോലും. സൂര്യൻ ഉദിച്ച് മൊത്തത്തിലൊന്ന് ചൂട് പിടിപ്പിച്ചാൽ മാത്രമേ തണുപ്പ് കുറയത്തുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. സൺറൈസ് പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത്യാവശ്യം കുത്തനെയുള്ള ഒരു ഇറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ സ്ലിപ്പാവുകയും വീഴുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അഥവാ വീണാലും വലിയ അപകടമൊന്നും വരാനൊന്നുമില്ല. അങ്ങനെ ഒരു അപകടം പിടിച്ച ഒരു സ്ഥലമായിരുന്നില്ല ഇത്. പിന്നെ ഇങ്ങനെയുള്ള മല കയറാനും ട്രക്കിങ്ങിനും ഒക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരുവാണെങ്കിൽ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ലിജോ ഭയങ്കര ആവേശത്തിലാണ്. അതുപോലെ തന്നെ ഏഞ്ചലും ഭയങ്കര ആവേശത്തിലാണ്. മുകളിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഞാനിവിടെ പയ്യെ 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 നടന്ന് താഴെ എത്തിയതേ ഉള്ളൂ. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് 360 ഡിഗ്രി വ്യൂ ആണ്. എല്ലായിടത്തും മലകളും കുന്നുകളും അതുപോലെ തന്നെ ക്ലൗഡ് ബെഡുകളും നല്ല ഭംഗിയാണ്. എവിടെ നോക്കിയാലും നല്ല നല്ല വ്യൂസാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെയിലൊക്കെ ആയി. കുറേ ആൾക്കാർ ഇനിയും താഴേന്ന് വരാനുണ്ട്. പയ്യെ പയ്യെ നടന്ന് കയറുന്നുണ്ട് ആൾക്കാർ. പിന്നെ നമ്മൾ ഈ മല കയറാൻ വരുമ്പോൾ വെള്ളമൊന്നും ചുമന്നുകൊണ്ട് മല കയറേണ്ട ആവശ്യമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട് നമ്മുടെ യാത്രയിലുടനീളം. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഒരു കാലിക്കുപ്പി എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം ശേഖരിച്ച് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. നല്ല ക്ലിയർ ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള വെള്ളമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. നല്ല തണുത്ത വെള്ളമായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഈ കാണുന്ന പുല്ലിൻ്റെ പേരാണ് മീശപ്പുല്ല്. മീശപ്പുല്ലുള്ളത് കാരണമാണ്
ഈ മലയ്ക്ക് മീശപ്പുലിമല എന്ന പേര് വരാൻ കാരണം. അങ്ങനെ 8 മലകളും കയറി അവസാനം മീശപ്പുലിമലയിലെത്തി. ഇതാണ് മീശപ്പുലിമലയുടെ ടോപ്പിലെ ആ ഒരു വ്യൂ. ഇവിടെ മഞ്ഞൊന്നും ഇല്ലെങ്കിൽ മൂന്നാർ ടൗണും കൊളുക്കുമലയും അതുപോലെ ഇടുക്കി ഡാമും ടോപ്പ് സ്റ്റേഷൻ, കമ്പം, തേനി, പിന്നെ കൊടൈക്കനാൽ വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതാണ് റോഡോഡെൻഡ്രോൺ ഫ്ലവർ. ഒരു നിശ്ചിത ഹൈറ്റിന് മേലോട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമാണ്. ഇതുകൂടാതെ മറ്റു ചില ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് ഈ മല കയറുമ്പോൾ കാണാൻ പറ്റും. അതിനാണ് നല്ലതേ. ഇവിടെ മൊത്തം കിട്ടുന്ന അതിന്റെ വെച്ചാൽ ഇവിടെ എന്താ അതില്ല, മേഘല്ല. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന 8 മലകളിലൂടെയുള്ള മനോഹരമായ ഒരു ട്രെക്കിംഗ് ആയിരുന്നു ഈ മീശപ്പുലിമല ട്രെക്കിങ്. അത് ഞങ്ങൾ എല്ലാ വിധത്തിലും വളരെ നന്നായി ആസ്വദിച്ചു. ബേസ് ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാ ആളുകളും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. നമ്മൾ ടോപ്പിലേക്ക് പോകുന്ന വഴിയല്ല തിരിച്ചിറങ്ങുന്നത്, വേറെ വഴിയാണ് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോഴും ഇതുപോലെ തന്നെ 2-3 മലകൾ കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് റോഡോ മാൻഷനിലെത്താൻ വേണ്ടി. അവിടെ ജീപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. നമ്മൾ ആ ജീപ്പിനെ അവർ ബേസ് ക്യാമ്പിലെത്തിക്കും. ബേസ് ക്യാമ്പിലെത്തി ഫ്രഷായി ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവർ തന്നെ നമ്മളെ തിരിച്ച് മൂന്നാറിൽ കൊണ്ടുവിടും. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചു പോന്നു. വെറും 2 ദിവസത്തെ ട്രിപ്പാണെങ്കിൽ പോലും ആ 2 ദിവസം മുഴുവനായി ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ സന്തോഷവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.